ഹായ് ഫ്രണ്ട്സ്, ഇന്നു മുതൽ നമ്മൾ മാത്സിന്റെ ഓരോ ചെറിയ ഭാഗം കൂടി നോക്കി പോവുകയാണ്. ഓക്കെ, അപ്പോൾ LP UP സിലബസ് അനുസരിച്ച് മാത്സിന് അലോട്ട് ചെയ്തിരിക്കുന്നത് 15 മാർക്കാണ്. അറിയാലോ, ഏകദേശം 17 ടോപ്പിക്കുകളാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അങ്ങനെ മാത്സിന് ടോട്ടൽ ഉള്ളത് 15 മാർക്കാണ് കേട്ടോ. 17 ടോപ്പിക്കിൽ നിന്നായി 15 മാർക്കിന്റെ ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ടോപ്പിക് നമുക്ക് LCM HCF. LCMഉം HCF ആണ് പഠിക്കാനായിട്ട് പോകുന്നത്. ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ അഥവാ LCM, അതുപോലെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ അഥവാ ഉസാഗ. ഓക്കെ, അപ്പൊ ലസാഗുവും ഉസാഗയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് റീസെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ എടുത്ത് നോക്കിയാൽ അറിയാനായിട്ട് സാധിക്കും. PSC ക്വസ്റ്റ്യൻസ് ആവർത്തിച്ച് ചോദിക്കുന്നതാണ്. എന്നാൽ ഈ ഒരു ഭാഗത്ത് ഒരുപാട് മോഡൽ ക്വസ്റ്റ്യൻസ് ഒന്നും നമുക്ക് പഠിക്കാനില്ല. വളരെ കുറച്ച് കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. അതിൽ നിന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമുള്ള കാര്യമാണ് അല്ലേ? അപ്പൊ നമുക്ക് അധികം പറഞ്ഞു നീട്ടണ്ട, ഫസ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. ചോദ്യം ഞാൻ ഓൾറെഡി ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്കത് ചെയ്യാനുള്ള സ്പേസും ഉണ്ട്. അപ്പോൾ നമുക്ക് ഓരോരോ ചോദ്യമായിട്ട് സോൾവ് ചെയ്ത് പോവാം. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം 12, 18, 24 ഇവയുടെ ലസാഗു കാണുക എന്നുള്ളതാണ് ചോദ്യം. LCM കാണുക, ലസാഗു കാണുക അല്ലെങ്കിൽ LCM കാണുക എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അത് നമുക്ക് ചെയ്യാം. എങ്ങനെയാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്? അതായത് ഫാക്ടറൈസേഷൻ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. പ്രൈം നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഒന്നും ആ ഒരു സംഖ്യയും മാത്രം മൾട്ടിപ്പിൾസ് ആയി വരുന്നത്, ഓക്കെ, ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നത്, അതാണ് എന്ത് പ്രൈം നമ്പേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം 12, 18, 24 ഈ സംഖ്യകളുടെ LCM കാണാം. അപ്പോൾ LCM എന്നത് തന്നിരിക്കുന്ന സംഖ്യകൾ കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ എന്ന അർത്ഥത്തിലാണ്. ഓക്കെ, അല്ലെങ്കിൽ സംഖ്യയുടെ പൊതുഗുണിതങ്ങളിൽ ഏറ്റവും ചെറുത്, അതാണ് ലസാഗു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. ഓക്കെ, ഈ തന്നിരിക്കുന്ന സംഖ്യകളുടെ 18, 12, 24 ഈ തന്നിരിക്കുന്ന സംഖ്യകളുടെ പൊതുഗുണിതങ്ങളിൽ ഏറ്റവും ചെറുതായിട്ട് വരുന്നത് ഏതാണോ അതാണ് ഇതിന്റെ ലസാഗു. നമുക്ക് ചെയ്ത് നോക്കിയാലോ. 12, 18, 24. അപ്പൊ ആദ്യം നമുക്ക് 2 കൊണ്ട് ചെയ്യാം അല്ലെ. 2 കൊണ്ട് ചെയ്യുമ്പോൾ ഇവിടെ എത്ര കിട്ടും? 6, 9, 12. ഇനി നമുക്ക് 3 കൊണ്ട് ചെയ്യാലോ. 3 കൊണ്ടാവുമ്പോൾ 2, 3, 4 എന്ന് കിട്ടും. ഇനി നമുക്ക് 2 കൊണ്ട് ചെയ്യാൻ പറ്റും അല്ലെ. 2 കൊണ്ട് ചെയ്യുമ്പോൾ ഇവിടെ 1, 3, 2. ഇനി ഈ ഇത്രയും സംഖ്യകളെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ ഇതിന്റെ LCM കിട്ടും. അപ്പൊ LCM അല്ലെങ്കിൽ ലസാഗു കാണാനായിട്ട് 2 × 3 × 2 × 1 × 3 × 2 ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ആൻസർ? 3 × 2 6, 12, 12 × 2 24, 24 × 3 72 കിട്ടും. 72 ആണ് ആൻസർ ആയിട്ട് വരിക. ക്ലിയർ ആയല്ലോ? ലസാഗു കാണാൻ മനസ്സിലായല്ലോ? ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്, അതുകൂടി നോക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പോസ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്ത് നോക്കാം, ആൻസർ കറക്റ്റ് ആണോ നോക്കാം. 8, 12, 16. ആദ്യം 2 കൊണ്ട് നോക്കാം. 4, 6, 8. വീണ്ടും 2 കൊണ്ട് 2, 3, 4. വീണ്ടും 2 കൊണ്ട് 1, 3, 2. ഈ രീതിയിൽ കിട്ടുമല്ലോ. ഇനി നമുക്ക് ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്യാം LCM കാണാനായിട്ട്. 2 × 2 × 2 × 1 × 3 × 2. അപ്പോൾ 2 2 4, 4 2 8, 8 2 16, 16 × 3 എത്ര വരും? 48 ആൻസർ വരും അല്ലേ. 48. ഓക്കെ, അടുത്ത ചോദ്യം 4, 5, 6 എന്നീ 3 സംഖ്യകൾ കൊണ്ട് പൂർണ്ണമായി ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ കാണുക. എന്താ ഈ ചോദ്യം കൊണ്ട് അർത്ഥമാക്കുന്നത്? ചോദ്യം എങ്ങനെയാ, ഒന്നുകൂടി വായിച്ചേ. 4, 5, 6 എന്നീ 3 സംഖ്യകൾ കൊണ്ട് പൂർണ്ണമായി ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ കാണുക എന്ന് പറഞ്ഞാൽ ഈ ചോദ്യത്തിന്റെ അർത്ഥം ഇതിന്റെ LCM കാണുക എന്നുള്ളതാണ്. ഓക്കെ, സിംപ്ലി LCM കാണുക എന്ന് ഡയറക്റ്റ് പറയാതെ 4, 5, 6 എന്നീ 3 സംഖ്യകൾ കൊണ്ട് പൂർണ്ണമായും ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത് എന്ന് കാണാൻ പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം എന്താ? ഇതിന്റെ LCM കാണുക എന്നുള്ളതാണ്. അപ്പൊ ഇതിലിപ്പോ 2 അല്ലെ, 2 വെച്ചാവുമ്പോൾ ഇവിടെ 2, 5, 3. അപ്പൊ നമുക്കിനി ഇത് മൾട്ടിപ്ലൈ ചെയ്യാം. 2 × 2 × 5 × 3 അതാണ് LCM ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ 60 ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരിക. ഓക്കെ അല്ലേ? ഇനി അടുത്തൊരു ചോദ്യം, ബെല്ലുകളുടെ സൗണ്ട് ആണ്. ഇത് നമുക്ക് മുൻവർഷ PSC ചോദ്യമാണ്. ASM 2025 ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. നമുക്ക് നോക്കാം ചോദ്യം.
യഥാക്രമം 10, 15, 24 മിനിറ്റ് ഇടവേളകളിൽ 3 മണികൾ മുഴങ്ങുന്നു. രാവിലെ 8 മണിക്ക് 3 മണികളും ഒരുമിച്ച് മുഴങ്ങാനായിട്ട് തുടങ്ങും. അവ വീണ്ടും ഒരുമിച്ച് മുഴങ്ങുന്നത് എത്ര മണിക്കാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോ ബെല്ലിന്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് നമ്മുടെ LCM HCFന്റെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ യഥാക്രമം 10, 15, 24 മിനിറ്റ് ഇടവേളകളിൽ 3 മണികൾ മുഴങ്ങി. അവ രാവിലെ 8 മണിക്കാണ് ഈ 3 മണികളും കൂടി ഒന്നിച്ച് മുഴങ്ങിയിട്ടുള്ളത്. അപ്പോ ഇനി ഇവ ഒരുമിച്ച് എപ്പോഴാണ് മുഴങ്ങുന്നത് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യണം? ഈ 3 നമ്പേഴ്സ് 10, 15, 24 ഈ 3 നമ്പേഴ്സിന്റെയും LCM കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ LCM കണ്ടുപിടിക്കുമ്പോൾ 10, 15, 24 ആണ്. നമുക്ക് ആദ്യം 5 കൊണ്ട് ചെയ്യാം, അല്ലെങ്കിൽ 2 കൊണ്ട് ചെയ്യാം, എന്ന് നമ്മുടെ ഇഷ്ടം. ഓക്കെ, അപ്പൊ 5 കൊണ്ട് ചെയ്യുമ്പോൾ ഇവിടെ 2, ഇവിടെ 3, 24 അതുപോലെ എഴുതി. ഇനി അടുത്തത് വീണ്ടും നമുക്ക് 2 കൊണ്ട് ചെയ്യാം. 2 കൊണ്ട് ചെയ്യുമ്പോൾ 1, 3, 12 എന്ന് കിട്ടും. വീണ്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്നത് 3 കൊണ്ട് ചെയ്യുമ്പോൾ 1, 1, 4. ഓക്കെ, ഇനി ഇതെല്ലാം കൂടി നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ഇതിന്റെ LCM നമുക്ക് കിട്ടും 5 × 2 10, 10 × 3 30, 30 × 1 × 1 × 4. അപ്പൊ 30 × 4 120, 120 എന്ന് കിട്ടും അല്ലെ. 120 എന്താണ് ഇവിടെ? മിനിറ്റ് ആണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ 1 അവർ എന്ന് പറയുന്നത് 60 മിനിറ്റ് ആണല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് 2 hours എന്നാണ് ഇപ്പൊ ആൻസർ കിട്ടിയിരിക്കുന്നത്. 2 hours ആണ് 120 മിനിറ്റ്സ്. അപ്പോ രാവിലെ 8 മണിക്കാണ് ഈ 3 മണികളും കൂടി ഒരുമിച്ച് മുഴങ്ങിയത്. ഇനി എപ്പോഴാണ് അടുത്ത തവണ, അല്ലെങ്കിൽ 8 മണിക്ക് ശേഷം പിന്നീട് എപ്പോഴാണ് ഇനി ഈ 3 മണികളും കൂടി ഒരുമിച്ച് മുഴങ്ങുന്നതെന്നല്ലേ ചോദ്യം. അപ്പൊ എന്ത് ചെയ്യണം? 8 മണി നമുക്ക് തന്നിട്ടുണ്ട്, അതിന്റെ കൂടെ 2 മണിക്കൂറും കൂടി കൂട്ടി അടുത്തത് 10 മണിക്കാണ്. രാവിലെ അല്ലേ, അപ്പൊ 10 AM ആണ്. AM ഉം PM ഉം ഒക്കെ ഓപ്ഷനിൽ ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ഓപ്ഷൻ നോക്കി ആൻസർ ചെയ്യുക. 10 AM എന്നുള്ളതാണ് നമുക്ക് ആൻസർ ആയിട്ട് വരിക. ക്ലിയർ ആയോ? ഒന്നുകൂടി പറയണോ? നോക്കാം. അപ്പൊ ഇവിടെ ഈ ഒരു പ്രോബ്ലത്തിൽ LCM കാണുന്നവരെ ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ഒന്നുകൂടി നോക്കാം. നോക്കാം. 1 അവർ എന്ന് പറയുന്നത് 60 മിനിറ്റ് ആണെന്ന് നമുക്കറിയാം. നമ്മളിപ്പോ കണ്ടുപിടിച്ചത് 120 മിനിറ്റ്സ് എന്നുള്ളതാണ് അല്ലെ. അപ്പൊ 120 മിനിറ്റ് എന്നുള്ള ചോദ്യം എന്താണ് ഇവിടെ? യഥാക്രമം 10, 15, 24 മിനിറ്റ് ഇടവേളകളിൽ 3 മണികൾ മുഴങ്ങുന്നുണ്ട്. രാവിലെ 8 മണിക്കാണ് ഇത് 3ഉം കൂടി ഒരുമിച്ച് മുഴങ്ങിയത്. ഇനി ഒരുമിച്ച് എപ്പോഴാണ് മുഴങ്ങുന്നതെന്ന്. അപ്പൊ ഇനി ഒരുമിച്ച് എപ്പോൾ മുഴങ്ങുന്നു എന്ന ചോദ്യം വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? LCM കണ്ടുപിടിക്കുന്നത്. അപ്പൊ നമുക്ക് 120 മിനിറ്റ് എന്ന് കിട്ടി. 120 മിനിറ്റ് എന്ന് പറയുമ്പോൾ അത് എത്ര അവേഴ്സ് ആണ്? 2 hours ആണ്. അപ്പൊ തന്നിരിക്കുന്നത് രാവിലെ 8 AM മുഴങ്ങി, ഒരുമിച്ച് ആ 3 മണികൾ മുഴങ്ങി എന്നുള്ളതാ. പിന്നെ അതിന്റെ കൂടെ 2 hours കൂടി ചേർക്കുക. അപ്പൊ എത്ര വന്നു? 10 AM ആണ് നമ്മളുടെ ആൻസർ. ക്ലിയർ അല്ലേ? ഇനി അടുത്തൊരു ചോദ്യം. LCM കണ്ടുപിടിക്കാൻ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത നമ്മൾ നോക്കുന്നത് ദശാംശ സംഖ്യകളുടെ LCM കാണുന്നത് എങ്ങനെയാണ്? ദശാംശ സംഖ്യകളുടെ LCM. അപ്പോൾ ദശാംശം എന്ന് പറയുമ്പോൾ ഇങ്ങനെ പോയിന്റ് ഇട്ട് വരുന്ന സംഖ്യകളാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ ഇവയുടെ LCM കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ദശാംശ സ്ഥാനം എത്രയാണോ അത്രയും പൂജ്യമുള്ള 10ന്റെ ഗുണിതങ്ങൾ കൊണ്ട് നമുക്ക് ഗുണിച്ചിട്ട് ദശാംശ സ്ഥാനം മാറ്റണം, പോയിന്റ് മാറ്റണം. എന്നിട്ട് സംഖ്യകളുടെ LCM കണ്ടുപിടിക്കുക. എന്നിട്ട് ഏത് സംഖ്യ കൊണ്ടാണോ ദശാംശം നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി ഗുണിച്ചത് അതേ സംഖ്യ കൊണ്ട് തന്നെ ഹരിക്കണം. ഇങ്ങനെ പറയുമ്പോൾ നമുക്കൊന്നും മനസ്സിലാവില്ല, ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പൊ ആദ്യം നോക്കാം. അപ്പോ ഈ തന്നിരിക്കുന്ന പ്രോബ്ലത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദശാംശം കഴിഞ്ഞിട്ട് ഒരു സ്ഥാനം മാത്രമാണ് ഇവിടെ വന്നിട്ടുള്ളൂ അല്ലെ. 1.5, 2.5, 4.5 ഈ സംഖ്യകളുടെ LCM ആണ് കാണേണ്ടത്. അപ്പൊ ഇവിടെ എല്ലാത്തിലും ഒരു ദശാംശ സ്ഥാനം അല്ലേ ഉള്ളൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇതിനെല്ലാം 10 കൊണ്ട് അങ്ങ് ഗുണിക്കാം. 10 കൊണ്ട് ഗുണിച്ചു കഴിയുമ്പോൾ ഇതിന്റെ ദശാംശ സ്ഥാനം മാറും. ഓക്കെ, അപ്പൊ 1.5നെ 10 കൊണ്ട് ഗുണിച്ചു, അപ്പൊ നമുക്ക് 15 എന്ന് കിട്ടി. 2.5നെ 10 കൊണ്ട് ഗുണിച്ചു, അപ്പൊ നമുക്ക് 25 എന്ന് കിട്ടി. 4.5നെ 10 കൊണ്ട് ഗുണിച്ചു, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 45 എന്ന് കിട്ടി. 45. ഇനി നമുക്ക് ഈ സംഖ്യകളുടെ LCM കാണാലോ. എങ്ങനെയാണ് കാണുന്നത്? നോക്കൂ. 15, 25, 45. നമുക്ക് എന്തുകൊണ്ട് നോക്കാം? 5 കൊണ്ട് ചെയ്ത് നോക്കാം. ഓക്കെ, 5 കൊണ്ട് ചെയ്യുമ്പോൾ 3, 5, 9. 9 × 5 അല്ലേ 45. ഇനി അടുത്ത 3 കൊണ്ട് ചെയ്യുമ്പോൾ 1, 5, 3. ഇങ്ങനെ കിട്ടിയല്ലോ. അപ്പൊ നമുക്കിനി ഇതിന്റെ LCM കാണാം. എങ്ങനെയാ? 5 × 3 × 1 × 5 × 3. 5 × 3 15. ഇവിടെയും 5 × 3 15. 15 × 15 എത്രയാണ്? 225 ആണ്. അപ്പൊ 225 ആണ് ഇതിന്റെ
LCM ഏതിന്റെ 15, 25, 45 എന്നീ സംഖ്യകളുടെ LCM ആണ് 225 എന്ന് നമ്മൾ കണ്ടുപിടിച്ചത്. ഓക്കെ, നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താ? 1.5, 2.5, 4.5 ഈ സംഖ്യകളുടെ LCM ആണ് കാണാൻ പറഞ്ഞത്. അതിനുവേണ്ടി നമ്മൾ ഇവിടെ 10 കൊണ്ട് ഇൻഡു ചെയ്തില്ലേ? ഇനി ഈ 10 കൊണ്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ള LCMനെ ഡിവൈഡും ചെയ്യണം. ഓക്കെ, നമുക്ക് 15, 25, 45 എന്നീ സംഖ്യകളുടെ LCM ആണ് 225 കിട്ടിയത്. നമുക്ക് കാണേണ്ടത് 1.5, 2.5, 4.5 എന്നീ സംഖ്യകളുടെ LCM ആണ്. അപ്പോൾ ഈ പോയിന്റ് ഒഴിവാക്കി നമ്മൾ ആദ്യം ഒരു 10 കൊണ്ട് ഇൻഡു ചെയ്തിട്ടാണ് ഈ പോയിന്റ് ഒക്കെ ഒഴിവാക്കിയത് അല്ലെ? ഇനി എന്ത് ചെയ്യണം? ഇതേ 10 കൊണ്ട് തന്നെ നമുക്ക് ഇവിടെ കിട്ടിയ ആൻസറിനെ ഡിവൈഡ് ചെയ്യണം. അപ്പോഴാണ് കറക്റ്റ് LCM കിട്ടുള്ളൂ. ഈ സംഖ്യകളുടെ LCM കിട്ടുള്ളൂ. അപ്പൊ LCM ചെയ്യാൻ വേണ്ടി എന്ത് വേണം? 225നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്നാൽ എന്താണ് അർത്ഥം? ബാക്കിൽ നിന്ന് ഇങ്ങോട്ട് ഒരു സ്ഥാനം മാറ്റി കുത്തിടുക എന്നുള്ളതാണ്. അപ്പോൾ 22.5, 1.5, 2.5, 4.5 എന്നീ സംഖ്യകളുടെ LCM എന്ന് പറയുന്നത് 22.5 ആണ്. ഇവിടുത്തെ പ്രത്യേകത എന്തായിരുന്നു? ഈ തന്നിട്ടുള്ള 3 സംഖ്യകൾക്കും പോയിന്റ് കഴിഞ്ഞ ഒരു സ്ഥാനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലെ? ഇനി അടുത്തൊരു പ്രോബ്ലം നോക്കി. അടുത്ത ചോദ്യത്തില് പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനം വന്നിട്ടുണ്ട്. 1.25 ശ്രദ്ധിക്കാം, 1.25, 3.5, 0.5. ഇവിടെ ഈ ഒരു 1.25 എന്ന് പറയുന്ന ഈ ഒരു സ്ഥാനത്തിൽ ഇവിടെ മാത്രം പോയിന്റ് കഴിഞ്ഞ് 2 അക്കങ്ങളുണ്ട്. ഇവിടെ പോയിന്റ് കഴിഞ്ഞ ഒരു സംഖ്യ, ഇവിടെയും പോയിന്റ് കഴിഞ്ഞ് ഒരു സംഖ്യ. അപ്പോ ഇവിടെ 2 ദശാംശ സ്ഥാനമാണ് കൂടുതലുള്ളത് അല്ലെ? കൂടുതലുള്ളത് ഏതാണോ അത്രയും പൂജ്യങ്ങൾ വരുന്ന സംഖ്യ കൊണ്ട് വേണം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ. ഇവിടെ നമുക്ക് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ നമ്മുടെ ആൻസർ അങ്ങനെ വരും 125 അല്ലെ? അതുപോലെ ഇവിടെ 350, 0.5നെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 50. ഈ 3 സംഖ്യകളുടെ LCM നമ്മൾ ആദ്യം കണ്ടുപിടിക്കാം. നമുക്ക് ഇതിന്റെ LCM കാണാം. എങ്ങനെയാണ്? 125, 350, 50 എന്നീ 3 സംഖ്യകളുടെ LCM കാണുക. 25 വെച്ച് ചെയ്ത് നോക്കാം. 25 വെച്ചാണെങ്കിൽ 125 into 5 അല്ലെ? 350നെ 25 വെച്ച് ചെയ്യുമ്പോൾ 14 വരും. 14 വരും. ഇവിടെ 2 വരും. ഓക്കെ, ഇനി അടുത്തത് വീണ്ടും നമുക്ക് 2 വെച്ച് ചെയ്യാം. അപ്പൊ ഇവിടെ 5, 7, 1. ഇനി ഇതിന്റെ LCM കാണാനായിട്ട് 25 into 2 into 5 into 7 into 1 എന്ന് ചെയ്യാം. അങ്ങനെ നമുക്ക് LCMന്റെ വാല്യൂ എത്ര കിട്ടും? 1750 എന്ന് കിട്ടും. 1750. ഓക്കെ, ഈ 1750 എന്ന് പറയുന്നത് 125ന്റെയും 350ന്റെയും 50ന്റെയും LCM ആണ്. നമുക്ക് കാണേണ്ടത് 1.25ന്റെയും 3.5ന്റെയും 0.5ന്റെയും LCM ആണ്. നമ്മൾ ഇവിടെ ഇൻറ്റു ചെയ്തത് എന്തുകൊണ്ടാണ്? മൾട്ടിപ്ലൈ ചെയ്തത് 100 കൊണ്ടാണ്. നമുക്ക് കിട്ടിയ ആൻസറിനെ നമ്മൾ എന്ത് ചെയ്യണം? 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പോ നമ്മുടെ ആൻസർ എത്ര വരും? 17.50 അല്ലെങ്കിൽ 17.5 എന്ന് വരും അല്ലെ? 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ ബാക്കിയിൽ നിന്ന് ഇങ്ങോട്ട് 2 സ്ഥാനം മാറ്റി പോയിന്റ് ഇടുക എന്നുള്ളതാണ്. അപ്പൊ 17.50, 1.25, 3.5, 0.5 എന്നിവയുടെ LCM 17.5 എന്നുള്ളതാണ് ഉത്തരം വരുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത ഒരു ഭാഗത്തേക്ക്, അടുത്തൊരു മോഡൽ ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത്. അതായത് അഭാജ്യ സംഖ്യകളുടെ ഗുണിതങ്ങളുടെ LCM കാണുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ്. അഭാജ്യ സംഖ്യകളുടെ പവേഴ്സ് വരുന്ന സംഖ്യകളുടെയാണ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നോക്കാം. ഇവിടെ 2 into 3 into 5 അടുത്തത് 2 into 3 into 5. അടുത്ത ക്വസ്റ്റ്യൻ 2 into 3 into 5. ഇവയുടെ LCM കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് നമ്മൾ എങ്ങനെ കാണും? നമ്മൾ എക്സാം ഹാളിൽ ഇരുന്ന് 2ന്റെ പവർ കണ്ടുപിടിച്ച് അതിനെ ഇതെല്ലാം കൂടി വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് ഈ സംഖ്യ കണ്ടുപിടിച്ച് ഇതിനെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടുത്തെ സംഖ്യ കണ്ടുപിടിച്ച് ഇത് ചെയ്ത് ഇതിന്റെ കണ്ടുപിടിച്ച് അങ്ങനെ LCM കണ്ട് വീണ്ടും ഇതിനെ പവറിലേക്ക് ആക്കുമ്പോഴേക്കും നമ്മുടെ 1/2 മണിക്കൂർ പോകും. അപ്പൊ ഈ ചോദ്യം ചെയ്യുന്നത് എങ്ങനെയാണ്? അതായത് ഇവിടെ തന്നിട്ടുള്ള ഈ ഒരു സെറ്റ്, ഈ ഒരു സെറ്റ്, ഈ ഒരു സെറ്റ്, ഇതില് ഈ സംഖ്യകളിൽ ഏറ്റവും വലിയ കൃതി വരുന്ന അഭാജ്യ സംഖ്യയുടെ ഗുണനഫലമാണ് ഇവിടെ LCM ആയിട്ട് വരിക. ഇവിടെ നോക്കിയേ 2/2, ഇവിടെ 2/4, ഇവിടെ 2/3. അപ്പൊ ഇവിടെ 2, 3, 5 എന്നീ സംഖ്യകളല്ലേ ഉള്ളത്. അപ്പൊ ഇതിൽ 2ന്റെ ഏറ്റവും വലിയ പവർ എന്ന് പറയുന്നത്, പവറിനെയാണ് കൃതി എന്ന് പറയുക. ഇതിൽ ഏതാണ് 2ന്റെ പവർ കൂടുതൽ വരുന്നത്? ഇത് 2/2 ആണ്, ഇത് 2/4 ആണ്, ഇത് 2/3 ആണ്. അപ്പൊ ഏതാണ് ഏറ്റവും വലിയ പവർ? 2/4 ആണല്ലോ. ഇൻറ്റു
ഇനി അടുത്ത സംഖ്യ നോക്കാം. ഇവിടെ എല്ലായിടത്തും സംഖ്യ ഒരുപോലെയാണ്, അതുകൊണ്ടാണ് ഈ ഒരു മാർഗം നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇവിടെ 3:1 എന്നല്ല ഇതിന്റെ അർത്ഥം. ഇത് 3:2 ആണ്, ഇത് 3:3 ആണ്. അപ്പൊ ഇവിടുത്തെ ഏറ്റവും വലിയ പവർ 3യുടെ വരുന്നത് 3:3 ആണ്. ഇനി അടുത്തത് 5:2, ഇത് 5:1 ആണ്, ഇതും 5:1 ആണ്. അപ്പോൾ നമുക്ക് 5:2 ആണ് ഇവിടെ വലിയ പവർ ആയിട്ട് കിട്ടിയത്. കിട്ടി, ഇത്രേ ഉള്ളൂ ആൻസർ. ഇതാണ് LCM. മനസ്സിലായല്ലോ? അപ്പൊ ഇങ്ങനെ പവേഴ്സ് വരുന്ന സംഖ്യകളുടെ LCM കാണാനായിട്ട് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? ഈ ഒരേപോലത്തെ പവേഴ്സ് നോട്ട് ചെയ്യാം. എന്നിട്ട് അതിന്റെ ഏറ്റവും വലിയ പവർ ഏതാണോ അതെടുത്ത് എഴുതുക, ഇൻറ്റു അടുത്ത സംഖ്യ നോക്കുക, അതിന്റെ വലിയ പവർ എടുത്ത് എഴുതുക, അടുത്ത സംഖ്യ നോക്കുക, അതിന്റെ പവർ എടുത്ത് എഴുതുക. അതാണ് എന്ത്? LCM എന്ന് പറയുന്നത്. ഓപ്ഷനിൽ ഇങ്ങനെ തന്നെയായിരിക്കും, അല്ലാതെ ഇത് മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള ആൻസറിലേക്ക് അല്ലായിരിക്കും വരിക. ഈ രീതിയിൽ തന്നെയാണ് ഓപ്ഷനിലും ആൻസർ വരിക. ക്ലിയർ ആണല്ലോ? അടുത്തൊരു ചോദ്യം നോക്കിയേ. വലിയ 3 സംഖ്യകൾ തന്നിട്ട് അതിന്റെ LCM ആണ് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ രീതിയിൽ ഫാക്ടറൈസ് ചെയ്തിട്ട് വേണമെങ്കിൽ എഴുതാം, കുഴപ്പമൊന്നുമില്ല. അങ്ങനെയും കണ്ടുപിടിക്കാം. അതായത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ 18, 27, 32 ഈ രീതിയിൽ ഇങ്ങനെ ചെയ്തിട്ട് കാണാം. ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം. 9, പിന്നെ 27 ഇങ്ങനെ തന്നെ എഴുതി, 16 കിട്ടി. ഇനി അടുത്തത് 3 വെച്ച് ചെയ്യാം. 3 വെച്ച് ചെയ്യുമ്പോൾ ഇവിടെ 3 വരും, 9 വരും, 16 വരും, വീണ്ടും 3 വരും, 1, 3, 16. ഇവിടെ നോക്കിയേ, ഇവിടെ LCM കാണാൻ വേണ്ടിയിട്ട് 2 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 1 ഇൻറ്റു 3 ഇൻറ്റു 16 എന്നുള്ളതാണ് ആൻസർ. അല്ല, ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പൊ നോക്കാം. ഇനി ഇവിടുത്തെ ആൻസർ എങ്ങനെ വരുന്നുള്ളത് നോക്കാം. ഓക്കെ, ഇതിവിടെ ഇരിക്കട്ടെ. ഇങ്ങനെയാണ് ആൻസർ വരിക. ഇനി ഇത് മറ്റൊരു മെത്തേഡിൽ നമ്മൾ മുൻപ് സൂചിപ്പിച്ച പോലെ മറ്റൊരു രീതിയിൽ നമുക്ക് എഴുതി നോക്കാം. അതായത് 18നെ നമുക്ക് എങ്ങനെ എഴുതാം? 2 ഇൻറ്റു 3 ഇൻറ്റു 3 എന്ന് എഴുതാലോ. അതായത് 3:2 ഇൻറ്റു 2 എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. അതുപോലെ 27നെ നമുക്ക് എങ്ങനെ എഴുതാം? 27നെ 3 ഇൻറ്റു 3 ഇൻറ്റു 3 ഇങ്ങനെ ഫാക്ടറൈസ് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. 18നെ 2 കൊണ്ട് 9, അപ്പോൾ ഇവിടെ 3, 2 ഇൻറ്റു 3 ഇൻറ്റു 3, അതായത് 3:2 ഇൻറ്റു 2. അതുപോലെ 27നെ ചെയ്ത് നോക്കുക, അങ്ങനെ ഓരോന്നിനെ ചെയ്ത് നോക്കുമ്പോൾ കിട്ടും. ഓക്കെ, അപ്പോൾ 3:3. ഇനി അടുത്തത് 32 ആകുമ്പോൾ എങ്ങനെ എഴുതാം? 2 ഇൻറ്റു 2 4, 4 ഇൻറ്റു 2 8, 8 ഇൻറ്റു 2 16, 16 ഇൻറ്റു 2 32. അപ്പൊ 2:5 എന്ന് എഴുതാം. അപ്പൊ നമുക്ക് ഈ ഒരു സംഖ്യയെ ഇതിന്റെ LCM ആക്കി നമുക്ക് എടുക്കാം. എങ്ങനെ? 3:2 ഇൻറ്റു 2, 3:3, 2:5. ഇതിന്റെ LCM എടുത്താൽ പോരെ? ഇതിൽ വലിയ പവർ എന്ന് പറയുന്നത് 3:2 ആണ്, ഇവിടെ 2:5 ആണ്. ഇതായിരിക്കും LCM ആയിട്ട് വരിക. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 864 എന്നുള്ളതാണ്. അത് തന്നെയാണ് നമുക്ക് ഇവിടെയും കിട്ടുക. ഓക്കെ, ഇപ്പോൾ 2 മെത്തേഡ് ഉണ്ട്. ഇതിൽ ഏത് മെത്തേഡ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം എന്നാണ് പറഞ്ഞത്. ഈ പറഞ്ഞത് ഒരു മെത്തേഡ്. ഓക്കെ, അടുത്തത് ഇങ്ങനെ പവർ ആക്കി എഴുതിയിട്ട് കണ്ടുപിടിക്കുന്നത് മറ്റൊരു മെത്തേഡ്. ഇങ്ങനെ പവർ ആക്കി കണ്ടുപിടിക്കാൻ ഓരോ സംഖ്യയും ഇങ്ങനെ ഫാക്ടറൈസ് ചെയ്തെടുക്കാം. എന്നിട്ട് ചില സംഖ്യകളൊക്കെ നമുക്ക് പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും. ഏതെങ്കിലും ബുദ്ധിമുട്ടുള്ള സംഖ്യ മാത്രം ഈ രീതിയിൽ ചെയ്ത് നോക്കിയാൽ മതിയാവും. ഇങ്ങനെ ആവുമ്പോൾ ഈ ഒരു മൾട്ടിപ്ലിക്കേഷൻ ആണ് കുറച്ച് സമയം എടുത്ത് നമ്മൾ ചെയ്യേണ്ടി വരിക. ഓക്കെ, എങ്ങനെ ചെയ്താലും ആൻസർ 824. അപ്പൊ ഓപ്ഷനിൽ ഇങ്ങനെയാണെങ്കിലും നമുക്ക് ആൻസർ എഴുതാം. ഇതുപോലെ പവർ ആയിട്ടാണ് തരുന്നതെങ്കിൽ അങ്ങനെയും നമുക്ക് ആൻസറിലേക്ക് എത്താനായിട്ട് സാധിക്കും. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് 8 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു. ഇത്രയും ഓക്കെ ആണ് എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ഭാഗം ഘടകങ്ങളുടെ എണ്ണം കാണാനുള്ളതാണ്. ഘടകങ്ങളുടെ എണ്ണം അതും ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ അതേ രീതിയിൽ തന്നെ ചെയ്യാനായിട്ട് പറ്റും. നോക്കാം. നൂറ്റി 180ന് എത്ര ഘടകങ്ങളുണ്ട്? എന്ത് ചെയ്യുക? 180നെ ഫാക്ടറൈസ് ചെയ്യുക. അപ്പോൾ 2 വെച്ച് ചെയ്യാം. 90, 2, 45, 5 വെച്ച് ചെയ്യാം. 5 വെച്ച് ചെയ്യുമ്പോൾ ഇവിടെ 9 വരും, 3, 3. നമുക്കത് മൾട്ടിപ്ലൈ ചെയ്യാം. എങ്ങനെ? LCM കാണാനായിട്ട് 2 ഇൻറ്റു 2 ഇൻറ്റു 5 ഇൻറ്റു 3 ഇൻറ്റു 3 ഇത്രയും മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് LCM കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്കിതിനെ പവർ ആക്കി എഴുതാം. 2ന്റെ എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം. 5ന്റെ എത്ര എണ്ണം ഉണ്ട്? 1 എണ്ണം. പിന്നെ 3ന്റെ എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം. ഇനി ഇതിന് എത്ര ഫാക്ടേഴ്സ് ആണ് എന്നുള്ളതാണ് കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. നമുക്ക് ഇതിന്റെ പവേഴ്സ് എല്ലാം താഴേക്ക് പെറുക്കി എഴുതാം. 2, 1, 2 ഇതല്ലേ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പവേഴ്സ്. 2, 1, 2. ഇതിന്റെ ഒക്കെ കൂടെ ഓരോന്ന് അങ്ങ് കൂട്ടുക. ഓക്കെ,
എന്ത് ചെയ്തു? മുകളിലെ 2 എന്ന പവറിന്റെ കൂടെ 1 കൂട്ടി, 1 എന്ന പവറിന്റെ കൂടെ 1 കൂട്ടി, 2 എന്ന പവറിന്റെ കൂടെ 1 കൂട്ടി. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 2 1 3 ഇൻറ്റു 1 1 2 ഇൻറ്റു 2 1 3. അപ്പൊ എത്ര കിട്ടി? 18 എന്ന് കിട്ടി. അതായത് 180 എന്ന സംഖ്യക്ക് 18 ഘടകങ്ങൾ അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ഉണ്ട് എന്നാണ് അർത്ഥം. ക്ലിയർ അല്ലേ? ഈസി അല്ലേ? ഈ മോഡലിൽ ഒരു ക്വസ്റ്റ്യൻ ഈ റീസെന്റ് ആയിട്ട് ഒരു എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. 3200-നാണോ 3400-നാണോ? 3400 എത്ര ഘടകങ്ങളുണ്ട് എന്നുള്ളത് ചോദ്യമായിരുന്നു. അത് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ആദ്യം അടുത്തൊരു ചോദ്യം ചെയ്യാം. 120-ന് എത്ര ഘടകങ്ങളുണ്ട്? ആദ്യം 120-നെ നമുക്ക് ഫാക്ടറൈസ് ചെയ്യാം. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമുക്ക് പവേഴ്സ് ഒക്കെ എഴുതാം. LCM കാണാനായിട്ട് 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 5. ഓക്കെ, ഇനി നമുക്ക് അതിനെ പവേഴ്സ് ആക്കി എഴുതാം. 2 ഇൻറ്റു 3 ഇൻറ്റു 3 റൈസ് ടു 1 ഇൻറ്റു 5 റൈസ് ടു 1. ഓക്കെ, ഇനി നമുക്ക് ഈ പവേഴ്സ് ഇങ്ങോട്ട് പെറുക്കി എഴുതാം. അതിന്റെ കൂടെയൊക്കെ എന്ത് ചെയ്യാം? ഒന്ന് കൂട്ടുക. 1 + 1 1 + 1. അപ്പൊ എത്ര വന്നു? 4 ഇൻറ്റു 2 ഇൻറ്റു 2 എത്ര വന്നു? 16. 120-ന് 16 ഫാക്ടേഴ്സ് ഉണ്ട്, 16 ഘടകങ്ങളുണ്ട്. ഇനി അടുത്ത ചോദ്യം, 3400-ന് എത്ര ഘടകങ്ങളുണ്ട്? ഈ റീസെന്റ് ആയിട്ടുള്ള ഒരു എക്സാമിന് വന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ചെയ്യാം. 3400 എങ്ങനെ ചെയ്യും? 3400-ന്റെ LCM കണ്ടുപിടിക്കുക. 3400 ഇങ്ങനെ വരും. അപ്പോ LCM 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 5 ഇൻറ്റു 5 ഇൻറ്റു 17. അപ്പോൾ 2-ന്റെ പവർ 3 ആണ്, ഇൻറ്റു 5-ന്റെ പവർ 2 ആണ്, 17-ന്റെ പവർ 1 ആണ്. എന്ത് ചെയ്യണം? ഈ പവേഴ്സിനോടൊപ്പം 1 വീതം ആഡ് ചെയ്യണം. 3 + 1 4 ആണ്. 4 ഇൻറ്റു 2 + 1 3 ആണ്, ഇൻറ്റു 1 ഇൻറ്റു 1. 3 + 1 4 ഇൻറ്റു 2 + 1 3 ഇൻറ്റു 1 + 1 2. അപ്പൊ എത്ര കിട്ടും? 24 ഫാക്ടേഴ്സ് എന്ന് കിട്ടും. 24 ഫാക്ടേഴ്സ്. ക്ലിയർ ആയോ ഈ പ്രോബ്ലം? അത് ഒന്നുകൂടി ഒന്ന് നോക്കാം. നോക്കാനുള്ള സമയമാണ് ഇപ്പൊ തരുന്നത്. ഒന്ന് നോക്കിയേക്കാം. 3400-ന് എത്ര ഘടകങ്ങളുണ്ട്? ആദ്യം നമ്മൾ എന്ത് ചെയ്തു? 3400-നെ ഫാക്ടറൈസ് ചെയ്തു. ഫാക്ടറൈസ് ചെയ്ത് നമ്മൾ LCM കണ്ടെത്തി. അങ്ങനെ കണ്ടെത്തിയപ്പോൾ നമുക്ക് എന്ത് കിട്ടി? അത് ഇൻറ്റു ചെയ്ത് ആൻസർ കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിനെ ജസ്റ്റ് പവേഴ്സ് ആക്കി എഴുതാം. പവേഴ്സ് ആക്കി എഴുതി കഴിഞ്ഞപ്പോൾ 3 2 1 എന്ന് കിട്ടി. അപ്പൊ എന്ത് ചെയ്തു? നമ്മൾ ആ ഒരു പവേഴ്സിന്റെ കൂടെ ഓരോന്ന് വീതം ആഡ് ചെയ്തു അല്ലെ? അങ്ങനെ ഓരോന്ന് വീതം ആഡ് ചെയ്തതിന് ശേഷം അതെല്ലാം കൂടി വീണ്ടും മൾട്ടിപ്ലൈ ചെയ്തു. നമുക്ക് കിട്ടിയത് 24 എന്നാണ്. 3400-ന് 24 ഘടകങ്ങൾ അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ഉണ്ട്. ക്ലിയർ ആയല്ലോ? ഈസി അല്ലേ? ഓക്കെ. ഇനി അടുത്ത ടോപ്പിക്ക്, LCM-ന്റെ ഏകദേശം എല്ലാ മോഡൽസും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഒരു ഭാഗത്തേക്ക് പോവാം. HCF ആണ്. HCF. ഓക്കെ, HCF അല്ലെങ്കിൽ ഉസാഗ. ഉസാഗ എന്താണെന്നാണ് ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. HCF, ഹയസ്റ്റ് കോമൺ ഫാക്ടർ. അപ്പൊ HCF എന്ന് പറയുന്നത് തന്നിരിക്കുന്ന സംഖ്യകളെ ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സംഖ്യ. തന്നിരിക്കുന്ന സംഖ്യകളെ ഹരിക്കാനായിട്ട് കഴിയുന്ന ഏറ്റവും വലിയ സംഖ്യ, അല്ലെങ്കിൽ മറ്റേ രീതിയിലും പറയാം, സംഖ്യകളുടെ പൊതുഘടകങ്ങളിൽ ഏറ്റവും വലുത്. അതാണ് ഹയസ്റ്റ് കോമൺ ഫാക്ടർ. തന്നിരിക്കുന്ന സംഖ്യകളുടെ പൊതുഘടകങ്ങളിൽ ഏറ്റവും വലുതിനെയാണ് HCF, ഏറ്റവും വലുതായതുകൊണ്ട് ഹയസ്റ്റ് എന്ന് പറയുന്നു. അപ്പോൾ അതിന് നമുക്ക് ഉസാഗ, ഉത്തമ സാധാരണ ഘടകം എന്നാണ് മലയാളത്തിൽ പറയുന്നത്. ഉസാഗ. നമ്മുടെ PSC ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ മിക്കവാറും ഉസാഗ എന്നും ലസാഗു എന്നൊക്കെയാണ് കാണുന്നത്. ഓക്കെ, മലയാളം മാത്രം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ. അപ്പോ 12 18 24 ഈ സംഖ്യകളുടെ ഉസാഗ കാണണം. എങ്ങനെയാ കാണുന്നത്? ലസാഗ കാണുമ്പോൾ തന്നെ ഫാക്ടറൈസേഷൻ മെത്തേഡിലൂടെ തന്നെയാണ് കാണുന്നത്. അപ്പൊ നമുക്ക് ചെയ്യാം. അപ്പോ LCM നമ്മൾ കണ്ടത് പിടിച്ചതുപോലെ തന്നെ എല്ലാ സംഖ്യകളെയും ഹരിക്കാൻ കഴിയുന്ന സംഖ്യ കൊണ്ട് നമ്മൾ ഹരിക്കുകയാണ്. അപ്പൊ 12 18 24 ചെയ്യാം. 2 കൊണ്ട് ചെയ്യുമ്പോൾ ഇവിടെ 6 9 12.
ഈ 3 സംഖ്യയും ഹരിക്കാൻ കഴിയുന്നത് 3 കൊണ്ടാണ്. അപ്പൊ 3 കൊണ്ട് ഹരിച്ചു. നമുക്കിവിടെ 2, 3, 4 എന്ന് കിട്ടി. ഇനി അടുത്തൊരു സംഖ്യ അല്ലെ നമ്മൾ 2 കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ ഈ 2നെ ഹരിക്കാം, ഈ 4നെയും ഹരിക്കാം. പക്ഷെ ഈ 3നെ ഹരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മൾ ഇവിടെ കൊണ്ടത് നിർത്തണം. ഓക്കെ, ഇവിടെയും കൊണ്ട് നിർത്തിയതിനു ശേഷം ഇതാ ഹരിക്കാൻ പറ്റിയിട്ടുള്ള ആ 2 സംഖ്യകൾ എടുക്കുക. മനസ്സിലായോ? ഇവിടെ എല്ലാ സംഖ്യകളെയും കൊണ്ട് നമുക്ക് ഹരിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഈ 2 ഘടകങ്ങളാണ്, ഈ 2 സംഖ്യകളാണ് അല്ലെ. അപ്പൊ ഈ 2 സംഖ്യകൾ മാത്രം എടുത്ത് ഗുണിച്ച് എഴുതിയാൽ നമുക്ക് എന്ത് കിട്ടും? HCF കിട്ടും. അപ്പോൾ HCF എന്ന് പറയുന്നത് 2 × 3 6 ആണ്. എന്തുകൊണ്ടാണ് നമ്മൾ ഇവിടെ നിർത്തിയത്? ഇവിടെ നമ്മൾ നോക്കിയാൽ സപ്പോസ് ചെയ്യാം, ഇവിടെ ഒരു അടുത്ത സംഖ്യ കൊണ്ട് നമ്മൾ ഹരിക്കാന്ന് വെക്കാം, 2 കൊണ്ട് ഹരിക്കാന്ന് വെച്ചോളൂ. അപ്പോൾ ഈ ഒരു സംഖ്യയെ ഹരിക്കാം, പക്ഷെ ഈ 3നെ ഹരിക്കാൻ പറ്റുമോ? ഇല്ല. 2നെ 4നെയും ഹരിക്കാം, ഇവിടെ 2 കിട്ടി. ഈ എല്ലാ സംഖ്യകളെയും ഹരിക്കാൻ കഴിയണം. എല്ലാ സംഖ്യകളെയും ഹരിക്കാൻ കഴിയുന്ന ഈ ഒരു ഇവിടുത്തെ ഏറ്റവും വലിയ പൊതുഘടകത്തിനെയാണ് നമ്മൾ HCF എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ ഈ ഒരു ഭാഗം കൊണ്ട് ഇത് അവസാനിപ്പിച്ചു അല്ലെ. ക്ലിയർ അല്ലേ? ഓക്കെ, ഇപ്പൊ 2 × 3 6 ആണ് ഉസാഗിയായിട്ട് നമുക്ക് കിട്ടിയത്. അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാം. പന്ത്രണ്ട് 60 20 12 60 20 ഈ സംഖ്യകൾ കൊണ്ടുള്ള അല്ലെ ഈ സംഖ്യകളുടെ ഉസാഗ എത്രയാണെന്ന് കാണണം. 12 60 20 ചെയ്ത് നോക്കാം കേട്ടോ. ചെയ്ത് നോക്കുമ്പോൾ 12 60 20 നമുക്ക് കോമൺ ആയിട്ട് ചെയ്യാനായിട്ട് പറ്റുന്നത് 2 കൊണ്ട് ചെയ്യാം. 2 കൊണ്ട് ചെയ്യുമ്പോൾ ഇവിടെ 6 30 10 എന്ന് കിട്ടും. വീണ്ടും 2 കൊണ്ട് ചെയ്യാം. ഇപ്പൊ ഇവിടെ 3 15 5 എന്ന് കിട്ടും. ഇനി നോക്കിയേ, 3 കൊണ്ട് നമ്മൾ ഹരിക്കുകയാണെങ്കിൽ ഈ 3നെയും ഹരിക്കാം, 15നെയും ഹരിക്കാം, പക്ഷെ 5നെ ഹരിക്കാൻ പറ്റില്ല. ഓക്കെ, ഇനി 5 കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ 15നെയും ഹരിക്കാം, 5നെയും ഹരിക്കാം, ഈ 3നെ ഹരിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഇവിടെ കൊണ്ട് നിർത്തണം. എന്നിട്ട് ഈ സൈഡിലുള്ള ഈ 2 സംഖ്യകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 2 × 2 എത്രയാ ഉത്തരം വരുന്നത്? 4 ആണ് HCF ആയിട്ട് വരിക. ഓക്കെ, കിട്ടിയല്ലോ, ഈസി ആയിട്ട് കണ്ടുപിടിച്ചു. ഇനി 4 5 6 ഈ സംഖ്യകളുടെ ഉസാഗ കാണണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നോക്കിയേ, ഈ സംഖ്യ മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത് 2 കൊണ്ട് ചെയ്താൽ 5നെ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് 1 കൊണ്ട് ചെയ്യാം. വീണ്ടും 4 5 6 എന്ന് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്താണ് ഉത്തരം വരുന്നത്? ഉത്തരം 1 കിട്ടി അല്ലെ. ഇവിടുത്തെ ഉസാഗ എന്ന് പറയുന്നത് 1 ആണ് കിട്ടിയത്. ക്ലിയർ അല്ലേ? അപ്പോ ഇവിടുത്തെ ഒരു പോയിന്റ് അല്ലെങ്കിൽ പഠിച്ചു വെക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് തുടർച്ചയായ എണ്ണൽ സംഖ്യകൾ തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ 4 5 6 എന്ന് പറയുന്നത് തുടർച്ചയായിട്ടുള്ള എണ്ണൽ സംഖ്യകളാണ്. അവയുടെ HCF എപ്പോഴും എത്രയായിരിക്കും? 1 ആയിരിക്കും. അപ്പൊ മാക്സിമം സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ടല്ലോ. അപ്പൊ നമുക്ക് LCM HCFൽ നിന്ന് ഇതുപോലെ ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നതിൽ തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ HCF എപ്പോഴും 1 ആയിരിക്കും എന്ന് പറഞ്ഞാൽ ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ തുടർച്ചയായ എണ്ണൽ സംഖ്യകൾ എടുത്ത് വെച്ചിട്ട് അതിന്റെ HCF ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് കിട്ടും. അപ്പൊ ഇത്രയും ഒക്കെയാണ്. ഇനി അടുത്ത ഭാഗത്തേക്ക് വരികയാണ്. ഇനി ദശാംശ സംഖ്യകളുടെ ഉസാഗയാണ് കാണാനായിട്ട് പോകുന്നത്. ദശാംശ സംഖ്യകളുടെ ഉസാഗ കാണുന്നത് എങ്ങനെ? ആദ്യത്തെ ചോദ്യം 0.6 4.5 0.9 ഇവയുടെ HCF കാണണം. അപ്പൊ ഇവിടെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ പോയിന്റ് മാറ്റാൻ വേണ്ടിയിട്ട് പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര സംഖ്യ ഉള്ളത്? ഇവിടെ എല്ലാത്തിനും ഓരോന്നേ ഉള്ളൂ അല്ലെ. അപ്പൊ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്ക് 6 45 9 എന്ന് കിട്ടും. ഇതിന്റെ HCF കാണാം. 6 45 9 HCF കാണുമ്പോൾ 3 കൊണ്ട് നമുക്ക് ചെയ്യാം. 3 കൊണ്ട് എല്ലാത്തിനെയും മൾട്ടിപ്ലൈ ചെയ്യാലോ. ഇവിടെ 2 കിട്ടും, ഇവിടെ 15 കിട്ടും, ഇവിടെ 3 കിട്ടും. ഓക്കെ, ഇത് നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. 3 കൊണ്ട് ഇത് 2 മാത്രമേ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ഇവിടെ വെച്ച് നിർത്തണം. അപ്പൊ ഇതിന്റെ ഉസാഗ എത്ര കിട്ടി? ഉസാഗ 3 എന്ന് കിട്ടി. ഓക്കെ, ഇത്രേ ഉള്ളൂ ആൻസർ. വേറെ ഒന്നും ചെയ്യേണ്ടതില്ല. 3 ആണ് ഇതിന്റെ ഉസാഗയായിട്ട് വരിക. ക്ലിയർ ആയല്ലോ? ഇവിടെ ദശാംശ സ്ഥാനം ഒരക്കം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പോയിന്റ് കഴിഞ്ഞിട്ട് 1 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ 10 കൊണ്ട് ഗുണിച്ച് ദശാംശ സ്ഥാനം മാറ്റിയ ശേഷം HCF കണ്ടുപിടിച്ചു. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ HCFനെ എന്ത് ചെയ്യണം? ഇവിടെ ഇപ്പൊ ഈ സംഖ്യകളുടെ ഉസാഗയാണ് നമുക്ക് കിട്ടിയത്. ഈ സംഖ്യകളുടെ ഉസാഗയാണ് 3 എന്ന് കിട്ടിയത്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഏതിന്റെയാ? 0.6 4.5 0.9 എന്നീ സംഖ്യകളുടെ ഉസാഗയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ 3യെ എന്ത് ചെയ്യാം?
10 വെച്ച് ഡിവൈഡ് ചെയ്യണം. ഇവിടെ ഇൻറ്റു അല്ലേ ചെയ്തത്, 3/10 ചെയ്യണം. അപ്പൊ 0.3 നമുക്കിവിടെ കിട്ടുന്ന ഉത്തരം 0.3 എന്നുള്ളതായിരിക്കും. നമ്മൾ ഒരു സംഖ്യ കൊണ്ട് ഇൻറ്റു ചെയ്താൽ ബാക്കി ഭാഗത്ത് വരുമ്പോൾ അതിനെ കൊണ്ട് ആ സെയിം നമ്പറിനെ കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യുകയും വേണം. അപ്പോഴാണ് ആ ഒരു കറക്റ്റ് പോയിന്റ് ദശാംശ സംഖ്യകളുടെ HCFിലേക്ക് എത്തുള്ളൂ. ക്ലിയർ ആയല്ലോ? ഓക്കെ. ഇനി അടുത്തത് നോക്കാം. 0.18, 0.27, 3.6 എന്നീ സംഖ്യകളുടെ ഉസാഗ കാണണം. ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് 2 സ്ഥാനം വന്നിട്ടുണ്ട്. പോയിന്റ് കഴിഞ്ഞിട്ട് വരുന്ന വലിയ സംഖ്യകളുടെ എണ്ണം നോക്കിയിട്ട് വേണം നമ്മൾ എഴുതാൻ. വലിയ എണ്ണം നോക്കിയിട്ട്. അപ്പൊ ഇവിടെ 1 ഉള്ളൂ, ഇവിടെ 2 ഉണ്ട്, ഇവിടെയും 2 ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം 18, 27, 360 എന്നിങ്ങനെ വരും. ക്ലിയർ അല്ലേ? ഇനി ഈ സംഖ്യകളുടെ HCF നമ്മൾ കാണാം. 18, 27, 360 എന്ന സംഖ്യകളുടെ HCF കാണണം. അപ്പൊ 3 കൊണ്ട് ചെയ്യാം. 6, 3, 18 അല്ലെ? ഇനി അടുത്തത് ഇവിടെ 9 വരും, ഇവിടെ 120 വരും. അടുത്തത് 3 വെച്ച് ചെയ്യുമ്പോൾ 2, 3, 40 എന്ന് വരും. ഓക്കെ. അപ്പൊ ഇവിടെ വെച്ച് നമ്മൾ നിർത്തണം അല്ലെ? അപ്പൊ 3 × 3 9 ആണ് ഈ സംഖ്യകളുടെ ഉസാഗ അല്ലെ? ഇവിടുത്തെ ഉസാഗ എന്ന് പറയുന്നത് 9 ആണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, കിട്ടിയിട്ടുള്ള 9നെ എന്ത് ചെയ്തേക്കണം, 100 കൊണ്ട് ഇവിടെ ഇൻറ്റു ചെയ്തു. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, ആൻസർ 0.09 എന്നുള്ളത് കിട്ടും. 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനം വരണം എന്നുള്ളതാണ്. 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോയിന്റ് കഴിഞ്ഞ് 1 സ്ഥാനം വരണം എന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അടുത്ത ചോദ്യം. ഇനി അടുത്തത് ഈ അഭാജ്യ സംഖ്യകളുടെ പവേഴ്സ് വരുന്ന സംഖ്യകളുടെ HCF കാണുന്നതാണ് നോക്കുന്നത്. നേരത്തെ നമ്മൾ LCM വരുന്നതാണ് നോക്കിയത് അല്ലെ? വലിയ പവേഴ്സ് നോക്കി ഇവിടെ എടുത്ത് എഴുതി എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ. അപ്പൊ ഇവിടെ കണ്ടത് HCF ആണ് കാണുന്നത്. അപ്പൊ നോക്കാം. 2^3 × 3^2 × 5^4, 2^2 × 3 × 5^2, 2^2 × 3^3 × 5^2 ഇതിന്റെ HCF ആണ് കാണേണ്ടത്. ഓക്കെ. അപ്പൊ HCF കാണുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, LCM ആകുമ്പോൾ ഇവിടുത്തെ വലിയ പവേഴ്സ് എടുത്താണ് എഴുതിയത്. HCF ആണെങ്കിൽ ഇതിന്റെ ചെറിയ പവേഴ്സ് വേണം എടുത്തെഴുതാൻ. അപ്പൊ നോക്കിയേ, 2^3, 2^2, 2^2. ഇവിടെ 2ന്റെ ചെറിയ പവർ ഏതാ വന്നിട്ടുള്ളത്, 2 ആണ് വന്നിരിക്കുന്നത്. അപ്പൊ 2^2 എഴുതാം. ഇൻറ്റു അടുത്തത് 3^2, 3^1, 3^3. ചെറിയ പവർ ഏതാണ്, 3^1 ആണ്. ഇൻറ്റു 5ന്റെ നോക്കിയേ, 5^4, 5^2, 5^2. ഇവിടെ എന്താ എഴുതേണ്ടത്, 5^2 ആണ്. കിട്ടിയല്ലോ? അപ്പൊ 2ന്റെ പവേഴ്സിൽ കൃതികളിൽ ഏറ്റവും ചെറുത് 2^2 ആണ്. 3ന്റെ കൃതികളിൽ ഏറ്റവും ചെറുത് 3^1 ആണ്. 5ന്റെ കൃതികളിൽ ഏറ്റവും ചെറുത് 5^2 ആണ് തന്നിരിക്കുന്ന ചോദ്യങ്ങളിൽ അല്ലെ? ഓക്കെ. അപ്പോൾ ഇതാണ് നമുക്കിവിടെ HCF ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ ആൻസറിൽ ഇങ്ങനെ തന്നെയാണ് ഓപ്ഷൻ എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് തന്നെ പിക്ക് ഔട്ട് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇത് മൾട്ടിപ്ലൈ ചെയ്ത ആൻസറിലേക്ക് എത്താം. 2 × 2 × 3 × 5 × 5. ഇത് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. എത്രയാണെന്ന് വെച്ചാൽ ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ. മിക്കവാറും ഇങ്ങനത്തെ ചോദ്യങ്ങളിലൊക്കെ ഓപ്ഷനിൽ ഇങ്ങനെ തന്നെ പവറിന്റെ രീതിയിൽ തന്നെ ആയിരിക്കും ആൻസർ ആയിട്ട് വരിക. ഓക്കെ. വളരെ റെയർ ആയിട്ട് മാത്രമേ ഇതിങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കേണ്ട ആവശ്യം വരികയുള്ളൂ. എത്ര ഇവിടെ ആൻസർ ആയിട്ട് വരിക, 5 × 5 25, 25 × 4 100, 100 × 3 300 ആയിരിക്കും ആൻസർ ആയിട്ട് വരിക. ഓക്കെ. അപ്പൊ ഇനി അടുത്തൊരു ചോദ്യം എന്താ നോക്കിയോ, 2^4, 3^4, 5^3, 2^3 × 3^2 × 5^2 × 7^1. അടുത്തത് 2^5 × 3^3 × 5^3യുടെ HCF. ചോദ്യം HCF ആണെങ്കിൽ എന്ത് ചെയ്യണം, ചെറിയ പവർ എടുക്കണം. ഈ പ്രോബ്ലത്തിന്റെ ഒരു പെക്യൂലിയാരിറ്റി എന്ന് പറയുമ്പോൾ ഇതിലൊക്കെ കോമൺ ആയിട്ട് 2 എല്ലാത്തിലും ഉണ്ട്, 3 എല്ലാത്തിലും ഉണ്ട്, 5 എല്ലാത്തിലും ഉണ്ട് അല്ലെ? ഇവിടെ ഈ 7 എന്നുള്ള സംഖ്യ ഒറ്റൊന്നിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഈ 7 എല്ലാ ഗുണിതത്തിലും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല, അത് ഞാൻ വിട്ടേക്കാം. ഓക്കെ. അപ്പോൾ 2ന്റെ ഏറ്റവും ചെറിയ പവർ ഏതിലാ വരുന്നത്, 2^3 ആണ്. 3ന്റെ ഏറ്റവും ചെറിയ പവർ ഏതാണ്, 3^2 ആണ്. 3^2. ഇനി 5ന്റെ ഏറ്റവും ചെറിയ പവർ വരുന്നത് ഏതാണ്, 5^2 ആണ്. അപ്പൊ ഇതായിരിക്കും അതിന്റെ HCF എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി അടുത്തത് ഭിന്നസംഖ്യകളുടെ LCM ആണ് നോക്കുന്നത്. ഭിന്നസംഖ്യ അല്ലെങ്കിൽ ഫ്രാക്ഷൻസിന്റെ LCM ആണ് നമ്മൾ നോക്കുന്നത്. ആ ഭാഗം പഠിക്കാം. ആദ്യം 3/4, 1/2, 5/4 ഇവയുടെ LCM ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്.
ഇപ്പൊ ഭിന്നസംഖ്യകളുടെ LCM കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ട ഒരു ഇക്വേഷൻ ഉണ്ട്. അത് നിങ്ങൾ പഠിച്ചു വെക്കുക. അതായത് ഭിന്നസംഖ്യകളുടെ LCM. ഭിന്നസംഖ്യകളുടെ LCM കാണാൻ അംശങ്ങളുടെ LCM ഡിവൈഡഡ് ബൈ അംശങ്ങളുടെ LCM ഡിവൈഡഡ് ബൈ ഛേദങ്ങളുടെ HCF. ഛേദങ്ങളുടെ HCF. ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഭിന്നസംഖ്യകളുടെ LCM കാണുന്നത്. അംശങ്ങളുടെ LCM ഡിവൈഡഡ് ബൈ ഛേദങ്ങളുടെ HCF. നമുക്ക് LCM കാണാലോ. 3/4, 1/2, 5/4 ഇതിന്റെ LCM ആണ് കാണേണ്ടത്. അപ്പൊ അംശം എന്ന് പറഞ്ഞാൽ എന്താണ്, ഛേദം എന്ന് പറഞ്ഞാൽ എന്താണ് നോക്കിയേ. 4/9 എന്നൊരു ഫ്രാക്ഷൻ. ഇതിന്റെ അംശം എന്ന് പറയുന്നത് 4 ആണ്, ന്യൂമറേറ്റർ. 9 എന്ന് പറയുന്നത് ഛേദമാണ് അല്ലെങ്കിൽ ഡിനോമിനേറ്റർ ആണ്. ഓക്കെ അല്ലേ. ഇനി 3/4, 1/2, 5/4 ഇവയുടെ LCM കാണണം. അംശങ്ങളുടെ LCM എടുക്കുക. അതായത് 3, 1, 5 ഇതിന്റെ LCM ആദ്യം കണ്ടുപിടിക്കണം. 3, 1, 5 എന്നിവയുടെ LCM എങ്ങനെ കാണും, ഫ്രാക്ഷൻ ആയിട്ട് തന്നെ കാണാം. ഓക്കെ. അപ്പൊ ഇവിടെ കോമൺ ഫാക്ടർ ഇല്ലാത്തതുകൊണ്ട് നമുക്കത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആൻസറിലേക്ക് എത്താനായിട്ട് സാധിക്കും. അപ്പൊ നോക്കി 3 × 5 15 ആണ് ഇവിടെ LCM ആയിട്ട് വരുന്നത്. 15. അപ്പോൾ 15 ബൈ ഛേദങ്ങളുടെ എന്താണ്, HCF ആണ്. ഛേദങ്ങളുടെ HCF കാണാം. ഛേദങ്ങളുടെ ഏതൊക്കെയാണ്, 4, 2, 4. നോക്കാം, 2 കൊണ്ട് ചെയ്യുക. 2, 1, 2 ഏതാണ്, 2 അല്ലേ വരുന്നത്. ഓക്കെ. 15/2 ആണ് ഇവയുടെ LCM ആയിട്ട് കിട്ടുക. ഓക്കെ, ക്ലിയർ ആയല്ലോ. ക്ലിയർ. ഇനി അടുത്ത ഭാഗം, അടുത്ത ചോദ്യം. 1/2, 2/3, 3/4 ഇതിന്റെ LCM കാണണം. ആദ്യം എന്താ ചെയ്യേണ്ടത്, ഈ ഒരു അംശങ്ങളുടെ LCM കാണണം. അംശങ്ങളുടെ LCM എന്ന് പറയുമ്പോൾ 1 × 2 × 3 ആണ് അല്ലെ. അപ്പോ എത്ര കിട്ടും, 6 കിട്ടും. ഇനി അടുത്തത് ഛേദങ്ങളുടെ HCF 3, 4, 2, 3, 4ന്റെ HCF. തുടർച്ചയായിട്ടുള്ള സംഖ്യകളല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ HCF എന്ന് പറയുന്നത് എത്രയായിരിക്കും, 1 ആയിരിക്കും. ഓക്കെ. അപ്പോ നമ്മൾ കാണുന്നത് എങ്ങനെയാ, LCM ബൈ HCF ആണ്. ഇവിടെ LCM എത്ര കിട്ടിയത്, 6 ഡിവൈഡഡ് ബൈ 1 ആൻസർ എന്ത് കിട്ടും, 6 ആണ് ഈ ഒരു സംഖ്യകളുടെ LCM ആയിട്ട് വരുന്നത്. ക്ലിയർ ആയല്ലോ. ഇനി അടുത്തത്, ഇപ്പൊ നമ്മൾ പഠിച്ചത് എന്താണ്, ഭിന്നങ്ങളുടെ LCM കാണാനാണ് പഠിച്ചത്. ഭിന്നങ്ങളുടെ LCM, ഭിന്നസംഖ്യകളുടെ LCM കാണാൻ പഠിച്ചു. ഓക്കെ. LCM കാണുന്നത് എങ്ങനെയാണ്, ഭിന്നസംഖ്യകളുടെ LCM കാണാനായിട്ട് അംശങ്ങളുടെ LCM ഡിവൈഡഡ് ബൈ ഛേദങ്ങളുടെ HCF. ഈ ഒരു ഇക്വേഷൻ പഠിച്ചേക്കാം. ഭിന്നസംഖ്യകളുടെ LCM കാണാൻ മുകളിൽ വരുന്നത് അംശങ്ങളുടെ LCM ആണ്, ഡിവൈഡഡ് ബൈ ഛേദങ്ങളുടെ HCF ആണ് നമ്മൾ ചെയ്ത് പഠിച്ചത്. ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത് ഭിന്നസംഖ്യകളുടെ HCF ആണ് കണ്ടുപിടിക്കുന്നത്. ഭിന്നസംഖ്യകളുടെ HCF എങ്ങനെയാ ചെയ്യുക, 4/5, 2/5, 4/3 എന്നതിന്റെ HCF ആണ് കാണേണ്ടത്. സംഖ്യകളുടെ HCF ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നതെങ്കിൽ, HCF അല്ലേ കാണാൻ പറഞ്ഞത്. ഇപ്പൊ മുകളിൽ എന്ത് കൊടുക്കണം, HCF കൊടുക്കണം, താഴെ LCM കൊടുക്കണം. ക്ലിയർ അല്ലേ. അതായത് HCF കാണാൻ പറയുമ്പോൾ അംശങ്ങളുടെ HCF മുകളിൽ കൊടുക്കുക, ഛേദങ്ങളുടെ LCM താഴെ കൊടുക്കുക. എന്നിട്ട് നമുക്ക് ചെയ്യാം. ഇനി മുകളിലേക്ക് ഒന്ന് പോയിട്ട് വരുമ്പോ നോക്കിയേ, ഭിന്നസംഖ്യകളുടെ LCM ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നതെങ്കിൽ നോക്കിയേ, അംശങ്ങളുടെ LCM ഡിവൈഡഡ് ബൈ ഛേദങ്ങളുടെ HCF. ഇവിടെ LCM കാണാൻ പറയുമ്പോൾ അംശങ്ങളുടെ LCM ആണ് മുകളിൽ കൊടുക്കേണ്ടത്, അതുപോലെ HCF ആണ് താഴെ കൊടുക്കേണ്ടത്. മനസ്സിലായല്ലോ. ഓക്കെ. ഇനി നമുക്ക് പ്രോബ്ലത്തിലോട്ട് വരാം. അപ്പൊ ആദ്യം അംശങ്ങളുടെ HCF നമ്മൾ കണ്ടുപിടിക്കാം. 4, 2, 4 ഈ സംഖ്യകളുടെ HCF ആദ്യം കണ്ടുപിടിക്കണം. ഓക്കെ. അപ്പൊ നോക്കാം, പ്രോബ്ലം നോക്കാം. 4, 2, 4 ഇതിന്റെ HCF കാണണം. HCF കാണുമ്പോൾ 2, 2, 1, 2 ഇവിടെ വെച്ച് അവസാനിപ്പിക്കണമല്ലോ. ഓക്കെ. ഇവിടെ എത്ര കിട്ടി നമുക്ക്, HCF 2 എന്ന് കിട്ടി. ഓക്കെ. അപ്പൊ അംശങ്ങളുടെ HCF 2 മുകളിൽ കൊടുക്കണം. താഴെ എന്താ കൊടുക്കണ്ടേ, ഛേദങ്ങളുടെ LCM. ഇവിടുത്തെ ഛേദം ഏതൊക്കെയാണ്, 5, 5, 3 എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ LCM നമ്മൾ കാണണം. എങ്ങനെ കാണും, ഇതാ 5, 1, 1, 3 5 × 3 15 അല്ലേ. അപ്പൊ 2/15 ആണ് നമ്മളുടെ ഈ ഒരു സംഖ്യയുടെ HCF എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ. ഓക്കെ. ഒന്നുകൂടി നോക്കാം. 4, 2, 4 ഇതാണ് അംശങ്ങള്. അംശങ്ങളുടെ HCF ആണ് കാണേണ്ടത്.
അംശങ്ങളുടെ HCF നമ്മൾ കണ്ടു. നമുക്ക് 2 എന്ന ഉത്തരം കിട്ടി. അതാണ് മുകളിൽ കൊടുക്കേണ്ടത്. താഴെ ഛേദങ്ങളുടെ LCM ആണ് കാണേണ്ടത്. 5, 5, 3 ഈ സംഖ്യകളുടെ LCM നമ്മൾ കണ്ടുപിടിച്ചു. LCM കണ്ടപ്പോൾ 5 × 1 × 3 എന്നാണ് കിട്ടിയത്. ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്തു. നമുക്ക് 15 എന്ന് കിട്ടി. 2/15 ആണ് ഈ തന്നിട്ടുള്ള ഭിന്നസംഖ്യയുടെ HCF. ക്ലിയർ ആയല്ലോ? അടുത്ത പ്രോബ്ലം 3/4, 1/2, 5/3 ഇതിന്റെ HCF കാണണം. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? മുകളിലുള്ള സംഖ്യയുടെ HCF കാണണം. HCF കാണാൻ വേണ്ടിയിട്ട് 3, 1, 5 എന്നുള്ളതാണ് തന്നിരിക്കുന്ന സംഖ്യകൾ. അപ്പോ അതിന്റെ HCF എങ്ങനെയാണ്? HCF 1 ആണ്. ഓക്കെ, 3, 1, 5. വേറെ ഒരു സംഖ്യ കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. 1 കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. അപ്പൊ 1 ആണ് അതിന്റെ HCF. 1/. ഇനി അടുത്തത് 4, 2, 3 ഇതിന്റെ LCM കാണണം. അപ്പൊ ഇവിടെ ഈ രീതിയിൽ വരും. 2 × 2 4, 4 × 3 12. 1/12 എന്ന് കിട്ടും. ഇതാണ് ഈ ഒരു ഭിന്നസംഖ്യയുടെ HCF ആയിട്ട് വരുന്നത്. 1/12. ക്ലിയർ അല്ലേ? ഈസി അല്ലേ? പാർട്ട് 2 വീഡിയോ ആയിട്ട് നമുക്ക് LCMന്റെയും HCFന്റെയും ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓക്കെ, LCM ആൻഡ് HCF പാർട്ട് 2 ആയിട്ട് ഇതിന്റെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് PYQs ഏതൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത് ആ രീതിയിലുള്ള ക്ലാസ്സുകളൊക്കെ ചെയ്യാം. അപ്പൊ മാത്സ് ഈ ഫസ്റ്റ് ക്ലാസ് ആണ് നമ്മളുടേത്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ പറഞ്ഞു തരുന്ന ആ ഒരു രീതി നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ, ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന കാര്യം കൂടി ഒന്ന് കമന്റ് ചെയ്യുക. താങ്ക് യു ഓൾ.